മലപ്പുറം വഴിക്കടവിൽ പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ മൃതദേഹം വെള്ളക്കെട്ടയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാരം നടക്കുക. അനന്തു പഠിച്ച സ്കൂളിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. നാട്ടുകാരും സുഹൃത്തുക്കളും അടക്കം നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ്, വീട്ടിലെ പൊതുദർശനം പൂർത്തിയായോ? സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നോ? ഇന്നലെയാണ് പന്നിക്കെണിയിൽ നിന്ന് ഷോക്കേറ്റ് 15-കാരനായ അനന്തു മരണപ്പെട്ടത്. അനന്തുവിന്റെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നിരവധി ആളുകളാണ്, വീട്ടുകാരും കുടുംബക്കാരും ബന്ധുക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി ആളുകളാണ് അനന്തുവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി വഴിക്കടവിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 11:30 മൃതദേഹം വീട്ടിലേക്ക് പൊതുദർശനത്തിന് എത്തിച്ചത്. അതിനു മുമ്പ് അനന്തു പഠിക്കുന്ന സ്കൂളിൽ പൊതുദർശനമുണ്ടായിരുന്നു. അത് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച ഒന്നല്ലായിരുന്നു. ഇത്തരത്തിൽ വഴികളിൽ ഉൾപ്പെടെ സഹപാഠികളും കൂട്ടുകാരും അനന്തുവിനെ കാണാനായുള്ള ഒരു നിൽപ്പ് കണ്ട് പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു വിദ്യാലയത്തിലെ ഈ പൊതുദർശനം. എന്നാൽ 5 മിനിറ്റിൽ താഴെ സമയം മാത്രമാണ് വിദ്യാലയത്തിൽ പൊതുദർശനം ഉണ്ടായിരുന്നത്. സഹപാഠികളും അധ്യാപകരുമൊക്കെ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചകൾ നമ്മൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ്? സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനന്തുവിന്റെ വീടിന് സമീപത്തുള്ള ഒരു വനത്തിനകത്താണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. അനന്തുവിനും അവരുടെ അയൽവാസികളായ ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും ഒരു പൊതു ശ്മശാനം പോലുമില്ല. അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഇവിടെ എത്രയോ വർഷങ്ങളായി ാണ് ഈ സംസ്കാരം നടക്കാറുള്ളത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളാണ് സമർപ്പിക്കാനായി എത്തിയിരുന്നത്. ഇന്നലെ ഈ സമയത്തെല്ലാം തന്നെ വളരെ സന്തോഷത്തോടു കൂടി കളിച്ച് നടന്നിരുന്ന നല്ല പാട്ടുകാരനായ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്ന അനന്തു രാത്രിയോടുകൂടിയാണ് അപകടത്തിൽ പെടുന്നത്. ഇതിൽ അനന്തുവിന്റെ മരണവിവരം അറിഞ്ഞ് വലിയ പ്രതിഷേധം നടന്നു. നിരവധി ആളുകൾ അനന്തുവിന്റെ വീട്ടിലേക്ക് എത്തി. അനന്തുവിന്റെ സ്കൂളിലും ഈ പൊതുദർശനം ഉണ്ടായിരുന്നു. വലിയ സങ്കടത്തോടു കൂടിയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരനെ അനന്തുവിന്റെ സഹപാഠികൾ യാത്രയാക്കിയത്. അധ്യാപകരും വലിയ സങ്കടപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. വീട്ടിലേക്ക് നിരവധി ആളുകൾ, നിലമ്പൂർ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ നിലമ്പൂരിൽ ഉണ്ട്. അതുകൊണ്ട് വഴിക്കടവിലെ വെള്ളക്കെട്ട അനന്തുവിന്റെ വീട്ടിലേക്ക് നിരവധി ആളുകളാണ് എത്തിയത്. ഇപ്പോഴെന്തായാലും അനന്തു ഈ ലോകത്തോട് പൂർണ്ണമായി വിട പറയുകയാണ്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മതപരമായ ചടങ്ങുകൾ അനന്തുവിന്റെ അടുത്ത ബന്ധുക്കളും ഈ അയൽവാസികളുമായ ആളുകളാണ് ഈ സംസ്കാര ചടങ്ങുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്.